ജഡ്ജ്മെന്റിന് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കാവുന്നതാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ പൗരന്റെ അവകാശ സംരക്ഷണത്തിനായി ഉത്തരവുകൾ കോമഡി ടൈം. ചിക്കൻ ടിക്ക കിട്ടാത്ത സ്ഥലമേത്? ആര്യഭവൻ. പറയൂ, ആരെങ്കിലും പറയൂ, ആലോചിച്ച് പറയൂ. യൂസ് യുവർ ബ്രെയിൻ. പറയൂ, ആലോചിച്ച് പറയൂ, ആരെങ്കിലും പറയൂ. അന്റാർട്ടിക്ക ആയിരിക്കും. ആർക്കും അറിയില്ല. അന്റാർട്ടിക്ക. ധർമ്മബോധമുള്ളവർ. അടുത്തൊരു ചോദ്യം കൂടി. അത് കേട്ടപ്പോൾ നിങ്ങൾ ചിരിച്ചു മരിക്കും. കാലിഫോർണിയയിലെ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. ആണ്, കോമഡി ടൈം കഴിഞ്ഞു. ബാക്കി നാളെ പറയാം കേട്ടോ. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് കോമഡി മനസ്സിലാവും കേട്ടോ. ബോയ്സ് കീപ് ഇറ്റ് അപ്പ്. അപ്പൊ ക്ലാസ് എവിടെ നമ്മൾ നിർത്തിയത്? Who is the author of How Far is the River? Yes. Ruskin Bond. Good. ഇരിക്കും. So, the story How Far is the River was written by Ruskin Bond. In this story, what prevented the boy from seeing the river? Badi bara. Sir, the big mountain. Medical. What did the boy hear about the river from the villagers? Sir. About the fish and rocks in the water. ഇരിക്കും. എനിക്ക് വയ്യ. Why did the boy like to walk barefooted? Anasa bara. He likes the feel of warm stones and cool grass. Good. എല്ലാവരും പഠിച്ചു തുടങ്ങിയല്ലേ? കൊള്ളാം. എല്ലാവരും എണീക്ക്. കമോൺ, വാ, ബാഗ് കൂടെ എടുത്തു. ബാടി, നിങ്ങളെല്ലാവരും എണീക്ക്. നിങ്ങൾ ഫ്രണ്ടിൽ പോരി. പഠിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കണം. എന്നാലേ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ബുക്കടച്ചോ. നമുക്ക് ആദ്യം മുതൽ റിവൈസ് ചെയ്യാം. അത് പഠിച്ചില്ലല്ലോടാ. Look deep into nature and then you will understand everything better. ഇതാര് പറഞ്ഞ? ശ്രീകുടെ പറ. ആര് പറഞ്ഞത്? അറിയില്ലേ? പഠിച്ചതല്ലേ? ശരി, എന്നാ വേറൊരു ചോദ്യം ചോദിക്കാം. What is the name of the first chapter? പറ. പറടാ. What is the name of the first chapter? അവിടെ പറ. അവിടെയോ? അവിടെ ആർക്കറിയും? അമ്പാടി Sir, പറ. nature's plenty. അതാണ്. എന്നെ കാണിക്കാൻ വേണ്ടി ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് കാര്യമുണ്ടോ? അതിന് പഠിക്കണം. നിന്നെ കൊണ്ടൊന്നും അതിന് പറ്റില്ല. എണീച്ചു പുറകിപ്പോടാ. എന്തൊക്കെ ആയിരുന്നു പൊടി പറത്തണ്, ഉത്തരം പറയണ്, സ്ലോ മോഷനിൽ നടക്കണ്, ഓടിക്കാം. ഇതൊക്കെ ആരോട് പറയാ?
എന്താ നീയൊക്കെ പോട്ടെ ഒന്നോടാ. എന്തിന്? ഞാനൊരു ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം പറഞ്ഞിട്ട് സ്ലോ മോഷനിൽ നടന്നു. പൂർത്തി ചുമ്മാ കിളത്തല്ലേ. നീയൊക്കെ എന്തിനാണ് ഇതൊക്കെ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവണുണ്ട്. എന്തിന്? സാറുമാരെ വിളിക്കാനല്ലേ? ആണെങ്കി മണ്ടന്മാരെ സാറുമാരല്ല, നമ്മളാണ് വോട്ട് ചെയ്യണം. അല്ലേ തന്നെ നിനക്കൊക്കെ ആര് വോട്ട് ചെയ്യാൻ? അതിപ്പോ നമ്മളാലും നീ ഒന്ന് അഞ്ചു. ഞാനോ? എപ്പ? നീ ക്ലാസ് വെച്ച് കൈ വെക്കില്ലേ? അത് പിന്നെ നിനക്കൊക്കെ മതിയാ മാസ്, എനിക്ക് വേണ്ടേ? എടാ പൃഥ്വിരാജ്, എന്തോന്ന് പൊണിത്തരാച്ചി പൂർത്തി, അത് മതി. എന്നാലും ഈ പിള്ളേരെ വിളക്കാന്നൊക്കെ പറഞ്ഞ പിള്ളേരെ വിളിക്കാം, അതും ഫ്രണ്ട് ബെഞ്ച്, മീനാക്ഷിയുടെ ബെഞ്ച്. പക്ഷെ എന്നെ സെക്കൻഡ് ലീഡർ ആക്കണം. അതൊന്നും പറ്റൂല, ഞാനാണ് സെക്കൻഡ് ലീഡർ. എങ്ങനെ? അപ്പൊ ഞാനാ? അതവിടെ നിന്നും പോയി അവന്റെ ഒരു കെണി. അപ്പൊ ശരി എന്നാ ഞാൻ പോട്ടെ. പറഞ്ഞിട്ട് പോടാ പ്ലീസ്. അപ്പോ ആദ്യ ഭാഗത്തിൽ നമ്മൾ നോക്കുന്നത് ഒരു കത്താണ്, നിർമ്മല മീനയ്ക്ക് എഴുതുന്ന കത്ത്. രണ്ടാം ഭാഗത്തിൽ അവർ തമ്മിലുള്ള ഫോൺ സംഭാഷണം. മൂന്നാം ഭാഗത്തിലേക്ക് വരുമ്പോഴാണ് കഥ. അപ്പൊ നമുക്ക് ആദ്യം കത്ത് നോക്കാം. മേ ഉസ്കി വർഷകാണ്ട് മനാരഹി ഹു. വർഷകാണ്ട്, വർഷകാണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മീനാക്ഷി പറയും. ഭഗവാൻ. അച്ഛാ ഇരിക്കൂ. അപ്പോ വർഷകാണ്ടെന്ന് പറഞ്ഞാൽ എവിടെ? ജന്മദിൻ. ഇപ്പൊ പോയി ചോദിക്കാൻ പറ്റിയ അവസരം. ഇപ്പൊ പറയണം, വൈകുന്നേരം പോകുമ്പോ പറഞ്ഞ പോലെ. അയ്യ, ഐ ലവ് യു പറയണ കാര്യമല്ല, ഓട്ടോ വയ്ക്കണ കാര്യമാണ് പറയാൻ പറഞ്ഞ. യവൻ പറയോടി. പറയുവായിരിക്കും. ഏട്ടാ എന്താ നീനല്ലേ പോടാ. ദാണ്ടെ ഇന്ന് ഇന്റർവെൽ ഗ്രൗണ്ടിൽ അടി.